ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് വരയ്ക്കാവുന്ന മറ്റൊരു ചിത്രമാണ്. ഒരു വള്ളം വരയ്ക്കുകയാണ്. ഈ വള്ളം എങ്ങനെയാണ് നേരെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് തോന്നുന്നത്? നമുക്ക് പലർക്കും സംശയമാണ്. ചരിഞ്ഞതും നേരെയും ഒക്കെ ആയിട്ടുള്ള വള്ളങ്ങൾ വരയ്ക്കുമ്പോൾ പലർക്കും സംശയമുണ്ട്. അതിനാദ്യം നമ്മളൊരു ബേസ് ലൈൻ ഇങ്ങനെ വരയ്ക്കണം. എങ്ങനെയാണ് ഈ വള്ളം കിടക്കേണ്ടത് അങ്ങനെ. അതിനുശേഷം അതിനെ നമ്മൾ നോക്കൂ, ഇങ്ങനെ കൊണ്ടുവരും. ആദ്യം ഈ ലൈനിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. പിന്നെ നോക്കുക, ഈ വള്ളത്തിന് ഇത്ര വീതിയുണ്ട്, അകംഭാഗം കാണിക്കുന്നത്. ഇത് രണ്ടും പാരലായിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവരെ തമ്മിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ച് കാണില്ല ഇത്ര പെട്ടെന്ന് ഇത് വരയ്ക്കാമെന്നല്ലേ. നോക്കൂ, ഇവിടെ ചിത്രകല പഠിക്കാൻ എത്തുന്ന ഓരോരുത്തരോടും നമ്മൾ പറയുന്നത് വളരെ ലളിതമാണ് വരകൾ. ഇതിപ്പോൾ ഈ വള്ളം അങ്ങോട്ട് കിടക്കണം, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഇച്ചിരി ഭാഗം അങ്ങോട്ട് ചെറുതായിട്ട് കൊണ്ടുപോകണം. നോക്കൂ, ഇങ്ങനെ തോന്നണം. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ദൂരോട്ട് പോകും തോറും ചെറുതായി മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും വരണം. ഇതിനൊക്കെ ഒരു തത്വമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെ ഞാൻ ഇപ്പോഴും പറയുന്നില്ല, കാരണം അത് കുറച്ച് ഗഹനമായ വിഷയങ്ങളാണ്. ചിത്രകലയുടെ പതിവായ ചിട്ടകളിൽ മാത്രമേ ഇത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ അറിയുക. നോക്കൂ, ഇനി എല്ലാം ഈ രീതിയിലാണ് വരേണ്ടത്, ഇങ്ങനെ ചരിഞ്ഞിട്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ താഴേക്ക് കണ്ടോ, അത് ഇവിടെ വന്ന് തീരും. ഈ അകത്തെ വരെ കാണില്ല, കാര്യം ഇത് പുറം ഭാഗമാണ്. നോക്കൂ, വളരെ എളുപ്പം നമ്മൾ ഇതിനെ വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വള്ളം അങ്ങോട്ട് പോവുകയാണ്. ഇച്ചിരി ഉയർന്നാണ് ഞാനിത് കാണിക്കുന്നത്, നേരെയല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പരിചയപ്പെടാൻ പാകത്തിന്. ഇങ്ങനെ വള്ളം പോവുകയാണ്. ഇനി ഞാനിത് നിങ്ങളെ വളരെ വേഗത്തിൽ ഡാർക്ക് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇവിടെ ഒരാൾ ഇരിക്കണ്ടേ, വേണം അല്ലേ? ഒരാൾ ഇരുന്നോട്ടെ. ഇവിടെ ഇത് അയാളുടെ തലയാണ്. നമുക്ക് അയാളുടെ ശരീരം നമുക്കിങ്ങനെ വരയ്ക്കാം. ഇതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. അയാളുടെ കൈ, അയാളൊരു പങ്കായം പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് വള്ളം നേരെ പോകണമല്ലോ. നോക്കൂ, അപ്പോൾ നമുക്ക് അതും വരയ്ക്കാം. നോക്കൂ, നമ്മൾ അങ്ങനെ പോവുകയാണ്. വീണ്ടും നമ്മൾ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ചിത്രത്തിന്റെ അകത്തെ ഭാഗം നോക്കുന്നത്. ഇവിടെ ഒരു ഡബിൾ ലൈൻ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഈ പടികളെ നമുക്കിവിടെ ഇങ്ങനെ കാണിക്കാം. ഇതിനകത്തൊരു ചെറിയ ഷെയ്ഡ് കൊടുക്കാം നമുക്ക്. നമുക്ക് ഇതിനകത്ത് ഷെയ്ഡ് കൊടുത്തു പോകാം. ഒരു വഞ്ചി ഇത് നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ടൊരു ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്തെ ഭാഗമാണ്.
ഇവിടെ ഒന്നും തന്നെ ഞാൻ ഒരുപാട് ഷെയ്ഡുകളോ അല്ലെ കോംപ്ലിക്കേറ്റഡ് വരകളോ ഒന്നും വരച്ചിട്ടില്ല. നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഒരു തീരം വേണം അല്ലേ? കണ്ടോ? നോക്കുക, ആ തീരത്തിലേക്കാണ് നമ്മൾ അങ്ങനെ നമ്മൾ വളരെ വേഗം ഒരു ചിത്രം വരച്ചു കഴിഞ്ഞു. ഓളങ്ങളാണ്. വേണമെങ്കിൽ ധാരാളം ഷെയ്ഡുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്കിത് പരിശീലിച്ച് നോക്കാവുന്നതാണ്. ഇതിനെയും ചെറിയ വരകളും ഇതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള വരകളും പിന്നീട് പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിന് ഉതകുന്ന, ജീവിതത്തിൽ എടുക്കാവുന്ന തീരുമാനങ്ങളെക്കുറിച്ചുള്ള, ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കാഴ്ചപ്പാടുകൾ കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. വരയും വാക്കും എന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ നിൽക്കാം. ഇത് പഠിക്കാനായി കൂടാം. കാരണം എന്നും നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാധ്യമായാൽ അത് ചെയ്യുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി.